ദുബായിൽ വന്നിട്ട് ഇപ്പോൾ 7 മാസം കഴിഞ്ഞിരിക്കുന്നു. വന്ന 2 മാസത്തിനുള്ളിൽ തന്നെ എനിക്ക് ദുബായിലുള്ള നല്ലൊരു സ്കൂളിൽ ടീച്ചറായിട്ട് ജോലിയും കിട്ടി. അങ്ങനെ വർക്കിന് കയറി. സ്കൂളിലിപ്പോൾ വെക്കേഷനായി. ആ വെക്കേഷൻ സമയത്ത് ടീച്ചേഴ്സിനും നമുക്ക് നാട്ടിലേക്കൊക്കെ പോകാം കേട്ടോ. അങ്ങനെ ഞാൻ നാട്ടിലേക്ക് പോകാനുള്ള തയ്യാറെടുപ്പിലാണ്. ആദ്യമായിട്ട് ദുബായിലേക്കൊക്കെ വന്നിട്ട് നാട്ടിലേക്ക് പോകുമ്പോൾ വെറും കൈയോടെ പോകുന്നത് ശരിയല്ലല്ലോ. അങ്ങനെ ഞങ്ങൾ കുറച്ച് സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ട് വന്നിരിക്കുകയാണ്. എന്നെ കാത്തിരിക്കാൻ എൻ്റെ കുറച്ച് ക്ലോസ് ആയിട്ടുള്ള ഫാമിലി മെമ്പേഴ്സും കസിൻസും കുഞ്ഞു പിള്ളേരും അങ്ങനെ കുറച്ച് പേരൊക്കെ ഉണ്ട്. അവർക്കൊക്കെ വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ വാങ്ങിക്കാൻ നമ്മൾ ഇന്ന് വന്നേക്കുന്നത് അജ്മാനിലുള്ള ഡേ ടു ഡേയിലാണ്. ഡേ ടു ഡേയെ പറ്റി പ്രവാസികളായ ആളുകൾക്ക് ഞാൻ പറഞ്ഞു തരേണ്ട ആവശ്യമില്ലല്ലോ. നാട്ടിലേക്കൊക്കെ പോകുമ്പോൾ ഡേ ടു ഡേ എന്ന് പറയുന്നത് ഒരു മസ്റ്റ് ഓപ്ഷൻ തന്നെയാണ് കേട്ടോ. നമുക്ക് അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റിൽ സാധനങ്ങൾ വാങ്ങിക്കാം. ഞങ്ങൾ ഇന്നുള്ളത് അജ്മാനിലുള്ള ഡേ ടു ഡേയിലാണെന്ന് പറഞ്ഞല്ലോ. ഇത് UAE തന്നെ ഏറ്റവും വലിയ ഡേ ടു ഡേ ആണെന്നാണ് കേട്ടത്. കരാമയിലും ഒരു വലിയ ഡേ ടു ഡേ ഉണ്ട്. പക്ഷേ ഒന്നുമല്ല, അതിൻ്റെ ഡബിൾ സാധനങ്ങളാണ് ഇവിടെ ഉള്ളത്. അതും നല്ല അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റിന്. പക്ഷേ അഫോർഡബിൾ ആണെന്ന് പറഞ്ഞാലും ഭയങ്കര ചീപ്പാണെന്നൊന്നും കരുതി ആരും ഇങ്ങോട്ട് വരരുത് കേട്ടോ. അത്യാവശ്യം റേറ്റൊക്കെ ഉണ്ട്. പിന്നെ ഇവിടെ ഓരോ നിലയിലായിട്ട് ഓരോ സാധനങ്ങളാണ് വച്ചേക്കുന്നത്. അതായത് ഫസ്റ്റ് ഫ്ലോർ നിറയെ ചോക്ലേറ്റ്സും സ്നാക്സും മാത്രം. സെക്കൻഡ് ഫ്ലോർ നിറയെ സ്കൂൾ ബാഗുകൾ, ഹാൻഡ് ബാഗ്, വാലറ്റ് അങ്ങനെയുള്ള ഐറ്റംസ് മാത്രം. പിന്നെ അടുത്ത ഫ്ലോറിലാകട്ടെ ഷൂസ്, സാൻഡൽസ് ആ ഐറ്റംസ് മാത്രം. പിന്നെ നെക്സ്റ്റ് ഫ്ലോറിൽ ഡ്രസ്സുകൾ മാത്രം. അങ്ങനെ ഓരോ ഫ്ലോറിലും ആ ഓരോ ഐറ്റംസ് മാത്രമാണുള്ളത്. കുട്ടികൾക്ക് വേണ്ടിയിട്ടും ഒരുപാട് ടോയ്സും സോഫ്റ്റ് ടോയ്സും അങ്ങനെ കുറേ ഐറ്റംസ് ഇവിടെയുണ്ട്. എല്ലാം കണ്ടിങ്ങനെ നടന്നു. പിന്നെ വലിയ 2 ട്രോളി നിറയെ സാധനങ്ങളും വാങ്ങിച്ച് നമ്മളിങ്ങനെ ഓരോ കാഴ്ചകളും കണ്ട് നടക്കുകയാണ് കേട്ടോ. സത്യം പറഞ്ഞാൽ കുട്ടികൾക്കൊക്കെ ഇത്രയും വെറൈറ്റീസ് ഓഫ് ടോയ്സ് ഉണ്ടോയെന്ന് ഞാൻ അതിശയിച്ച് പോയി. പിന്നെ എല്ലാ സാധനങ്ങളും അത്യാവശ്യം റേറ്റിന് കിട്ടിയത് കൊണ്ട് അതൊക്കെ വാങ്ങിച്ചിങ്ങനെ നടന്നിട്ട് നമ്മൾ നാട്ടിലേക്ക് പോകാനുള്ള പ്രിപ്പറേഷനാണ് കേട്ടോ. ഇനിയിപ്പോൾ ഇതേ സാധനങ്ങളൊക്കെ ബില്ലടിച്ച് വീട്ടിലേക്ക് പോകണം. ഇനി തിരിച്ചു പോകാനും ഒരു സമയം എടുക്കും. പിന്നെ റൂമിലെത്തി പെട്ടിയൊക്കെ പാക്ക് ചെയ്ത് നാട്ടിലേക്ക് പോകാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ് കേട്ടോ.